പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികളെ എന്ന് ചുമതലപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പിന്മാറിയോ അന്നു മുതൽ ഈ ദുരന്താവസ്ഥ ഇന്ത്യയാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സ്തംഭനാവസ്ഥ കേരളം അഭിസംബോധന ചെയ്യുകയാണ്. സാർ ഇവിടെ പറഞ്ഞതുപോലെ പാചകവാതകത്തിന്, പെട്രോളിന്, ഡീസലിന് എല്ലാത്തിനും വില കൂട്ടിയ നടപടി ഉണ്ടാവുകയാണ്. ക്രൂഡ് ഓയിൽ ബാരലിന് വില കൂടുമ്പോൾ ആ വില കൂടുന്നത് കൂട്ടുകയും, എന്നാൽ ബാരലിന് ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ആ കുറഞ്ഞത് കുറയ്ക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് സാർ അക്ഷരാർത്ഥത്തിലുള്ള പ്രശ്നം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്തംഭനാവസ്ഥ. പെട്രോൾ, ഡീസൽ വില കൂടിയത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് കിട്ടാതിരിക്കുന്നത്. ജനുവരി മാസത്തിൽ 1691 രൂപയുണ്ടായിരുന്ന ഗ്യാസിന് തിരുവനന്തപുരത്ത് 3152 വരെ വാണിജ്യ ഗ്യാസിന് വർദ്ധിപ്പിച്ചതടക്കം ഗ്യാസ് രംഗത്തുണ്ടായ സ്തംഭനാവസ്ഥയും വിലവർധനവും. സാർ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ചേർന്നതല്ലെങ്കിലും ടാറിൻ്റെ വില വല്ലാതെ കൂടിയതനുസരിച്ച് അങ്ങയുടെ ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ സ്തംഭനാവസ്ഥയിലേക്ക് ഈ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ പോയത്. അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള അതിഥി തൊഴിലാളികൾ പോയത്, തിരിച്ചു വരാത്തത്. യഥാർത്ഥത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും എന്ന് മാത്രമല്ല, ഹോട്ടലുകൾ ഉൾപ്പെടെ തുറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഈ കേരളം പോവുകയാണ്. ഈ ഘട്ടത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണം എന്നാണ് സാർ ഈ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. സാർ, അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ കേന്ദ്ര നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും കുറയ്ക്കണമെന്ന് അതിശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം സാർ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് എന്ന് ഈ സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷേ സാർ മനസ്സിലാക്കേണ്ടത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികളെ എന്ന് ചുമതലപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പിന്മാറിയോ അന്നു മുതൽ ഈ ദുരന്താവസ്ഥ ഇന്ത്യയാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ആ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം എന്ന് മാത്രമല്ല, കേരളം ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയവും മാന്യവുമായിട്ടുള്ളൊരു നടപടിക്ക് കിടക്കാൻ തയ്യാറാവണം സാർ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇനി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകമായൊരു ഘട്ടത്തിലെത്തിച്ചേർന്ന് കുറയ്ക്കാം എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സാർ. എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില കൂടുമ്പോഴുണ്ടാകുന്ന കേരളത്തിന് ലഭ്യമാകുന്ന അധിക വരുമാനത്തെ എങ്ങനെ കുറച്ചും, അധിക വരുമാനം കുറയ്ക്കുക മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും ഭക്ഷ്യരംഗത്തെ വിതരണത്തിൻ്റെ പ്രതിസന്ധിയും മറികടക്കാൻ സബ്സിഡികൾ ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങൾ അവലംബിച്ചും എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും എന്ന് രാഷ്ട്രീയത്തിനതീതമായി ഉത്തരവാദിത്തപ്പെട്ട ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ സഭ നിർത്തിവെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സാർ, കേരളത്തിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ കഴുത്തിൽ, തോളിൽ എന്തെങ്കിലും ഭാരം വെച്ച് വന്നവരല്ലല്ലോ ഞങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസിൽ ഞങ്ങൾ 3000 കോടി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞല്ലോ സാർ. ഇത് 10 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയ കടമല്ല സാർ. 2016 ഞങ്ങൾ 500 കോടി രൂപയുടെ കടം കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് തോളത്ത് ഏറ്റുവാങ്ങിയതാണ് സിവിൽ സപ്ലൈസിൽ. 10 വർഷക്കാലം, ഞാൻ പറഞ്ഞോട്ടെ, 10 വർഷക്കാലം ഈ കേരളത്തിൽ 8 വർഷം തുടർച്ചയായി 14 ഇനങ്ങൾക്ക് വില കൂട്ടാതെ കൊണ്ടുപോയതടക്കം മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ 1400 കോടിയേ ഉള്ളൂ സാർ. ബാക്കി 1600 കോടിയും നെല്ല് സംഭരണത്തിൻ്റെ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള കാശ് കൂടിയല്ലേ. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടല്ലോ സാർ. ഞാൻ വഴങ്ങുന്നില്ല, വാക്കൗട്ട് പ്രസംഗമാണ്, ഞാൻ വഴങ്ങുന്നില്ല. ഈ പ്രചരണം പറഞ്ഞ് അങ്ങനെ തോളത്തിന്റെ കണക്ക് പറഞ്ഞൊഴിയുന്നതിന് പകരം ഈ പ്രതിസന്ധിയിൽ മലയാളി എങ്ങനെ രക്ഷിക്കണം എന്നതല്ലേ സാർ പ്രശ്നം. ഞങ്ങൾ ഒരു മണ്ടത്തരവും അദ്ദേഹത്തെ ഉപദേശിക്കുന്നില്ല, ഈ ഗവൺമെൻറ് ഉപദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം ഉപദേശിച്ചാൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റാണിത് എന്ന് ഞങ്ങൾ ധരിക്കുകയും ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതേ സീറ്റിലിരുന്നു കൊണ്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനത്തിൽ പുതുയുഗത്തിലേക്ക് കടക്കുന്ന കേരളത്തിൽ അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോൾ തയ്യാറുണ്ടോ എന്നറിയാൻ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന് മാത്രമല്ല 3.25 കോടി വരുന്ന മൂക്ക് താഴോട്ട് നീണ്ട മലയാളിക്ക് അവസരവും അവകാശവുമുണ്ട് എന്നതാണ് പ്രശ്നം സാർ. അതുകൊണ്ട് ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗുരുതരമായൊരു പ്രശ്നമായിരുന്നു സാർ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 വർഷക്കാലത്തിനിടയിൽ ഇത്തരത്തിലുള്ള 18 പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ചു ചർച്ച ചെയ്ത പാരമ്പര്യമുള്ളവരാണ് സാർ. നല്ലതുപോലെ നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഈ കേരളം ആകെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ
കേന്ദ്ര ഗവൺമെന്റിനോട് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എക്സൈസ് ഡ്യൂട്ടിയും അധിക നികുതിയും ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും കേരളത്തിന് എന്ത് ചെയ്യാമോ അത് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയും സബ്സിഡികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ വല്ലാതെ ബാധിക്കാൻ പോകുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം എന്ന ആവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ് സർ. ഓക്കെ.